ദൈവരാജ്യത്തിൽ യഥാർത്ഥമായി പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയം കേന്ദ്രീകരിക്കപ്പെടട്ടെ. കൊടുക്കുന്നത് നമ്മുടെ മൂല്യങ്ങളെ വെളിപ്പെടുത്തുന്നു. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്നു മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. മത്തായി 6:24. വിധവ തൻ്റെ ഉപജീവന മാർഗം മുഴുവൻ നൽകി. ദൈവം തൻ്റെ ജീവിതത്തിൽ ഒന്നാമതാണെന്ന് അവളുടെ ആ ദാനം വിളിച്ചോതി. നമ്മുടെ ദാനം നമ്മുടെ മുൻഗണനകളെ വെളിപ്പെടുത്തുന്നു. നാം എന്തിൽ നിക്ഷേപിക്കുന്നുവോ അത് നാം ഏറ്റവും വിലമതിക്കുന്നത് എന്താണെന്ന് കാണിക്കുന്നു. പണം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കരുത് എന്ന് യേശു പഠിപ്പിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതാകുമ്പോൾ ഉദാരത സ്വാഭാവികമായി തീരുന്നു. ഒരു വ്യക്തി താൻ യഥാർത്ഥമായി സ്നേഹിക്കുന്ന കാര്യങ്ങൾക്കായി സമയവും തനിക്കുള്ളതും ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം എവിടെയാണോ അത് നമ്മുടെ ദാനത്തിലൂടെ പ്രതിഫലിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം വഹിക്കുന്നത് എന്താണെന്ന് നമ്മുടെ കൊടുക്കൽ വെളിപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയെ ഒന്നാമതായി നിലനിർത്താൻ എന്നെ സഹായിക്കണമേ. പണത്തെയോ ഭൗതിക വസ്തുക്കളെയോ അങ്ങയേക്കാൾ അധികമായി സ്നേഹിക്കുന്നതിൽ നിന്നും എൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ. എൻ്റെ പക്കലുള്ളതെല്ലാം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.